ദിനകർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകളുമായിട്ടുള്ള ഒക്കെ തന്നെ ബന്ധത്തിൻ്റെ പുറത്ത് അതിനുശേഷം സരിത അറസ്റ്റിലാകുന്നു. അറസ്റ്റിലായ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ആദ്യം അഭയമെന്ന വണ്ണമോ അല്ലെങ്കിൽ കാരണക്കാർ ആയ ആളുകൾ എന്ന രീതിയിലൊക്കെയുമാണോ ഏത് സമയവും വിളിക്കാം, അവരെയൊക്കെ തന്നെ വിളിക്കാം എന്ന രീതിയിലായിരുന്നോ മുഖ്യമന്ത്രിയെ വിളിച്ചിരിക്കുന്നത്? അതിനുശേഷം പുറത്തേക്ക് വരുന്ന ഈ ടെലിഫോൺ സന്ദേശങ്ങളുടെ ടെലിഫോൺ രേഖകളുടെയൊക്കെ തന്നെ വിളികളുടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എങ്ങനെ വെളിവാകുന്നു? പ്രജീഷ്, വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ ടെലിഫോൺ കോളുകൾ ഒക്കെയും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം സരിത ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം ആദ്യം മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്ന ആളുകളുമായിട്ടാണ് ടെലിഫോണിൽ നിരന്തരം പരസ്പരം ഇവർ ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി 34 തവണ പരസ്പരം ഇവർ വിളിച്ചിരിക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ഇടപെടലുകൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ ഒക്കെയും അതിനുശേഷം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സരിതയും തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതും 34 തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. 16 മിനിറ്റ് വരെ വിളിച്ച ദിവസങ്ങൾ ഉണ്ട്, ഇതിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയായിട്ടുള്ള തമ്പാനൂർ രവിയുമായി 515 തവണയാണ് തമ്പാനൂർ രവിയും സരിതയും തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി സരിത തമ്പാനൂർ രവിയെ ഇത്രയും തവണ വിളിച്ചത് എന്ന ചോദ്യം ഉയർന്നിടത്ത് തന്നെ സംശയങ്ങൾ ഉയരുകയും ചെയ്യുന്നു. അതല്ല, പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായി സരിതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അത്തരം ആരോപണങ്ങൾ ശരിവെക്കുകയും കൂടി ചെയ്യുകയാണ് ഈ സംഭാഷണങ്ങൾ ഒക്കെയും. മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്ന് അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് ബെന്നി ബെഹന്നാൻ MLA. അദ്ദേഹവുമായും സരിതയുമായും 80 തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ഇത്തരം കാര്യങ്ങളൊക്കെയും സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. ആര്യാടൻ മുഹമ്മദും സരിതയും തമ്മിൽ 41 തവണയും അടൂർ പ്രകാശും സരിതയും തമ്മിൽ 1 തവണയും ഹൈബി ഈഡനും സരിതയും തമ്മിൽ 18 തവണയും ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യെസ്, മടങ്ങിയെത്താം ദിനകറിലേക്ക്. ഇപ്പോൾ വിൻസെന്റ്, KPCC സെക്രട്ടറി, ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും സരിത മുഖ്യമന്ത്രിയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്ക് അവരുമായി പരസ്പരം സംഭാഷണം നടത്തുന്നു. മാത്രമല്ല, തമ്പാനൂർ രവിയുമായി 515 തവണയാണ് സംസാരിച്ചിരിക്കുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് എത്രയോ കാലം ചർച്ച ചെയ്തതാണ്. ഇത് ഇപ്പോൾ വീണ്ടും എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് തെരഞ്ഞെടുപ്പാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ശ്രീ വിൻസെന്റ്, യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകണം. യാഥാർത്ഥ്യങ്ങളിലേക്ക്. ടെലിഫോൺ രേഖകളാണ് വരുന്നത്, അവിടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകും. യാഥാർത്ഥ്യങ്ങൾ സരിതാ നായർ പറയുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് വിശ്വസിക്കുന്ന കുറെ മാധ്യമങ്ങളോട് നമുക്ക് എന്താ പറയാനുള്ളത്? സരിത, ഓക്കെ, താങ്കൾ പറയുന്നത് അംഗീകരിക്കുന്നു. സരിതാ നായർ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയാണ് താങ്കൾ സംശയമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിയും ഈ മുഖ്യമന്ത്രി വിശ്വസ്തനായ ബെന്നി ബെഹ്നാൻ അടക്കമുള്ളവർക്ക് ഏത് സമയവും ഏത് രാത്രിയിലും ഈ 515 തവണ ഈ അഭിസാരികയുടെ എന്തേ വിളിക്കാൻ ഇത്രമാത്രം? അത് അഭിസാരികയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് താങ്കൾ ഇങ്ങനെ നിങ്ങളുടെ നേതാക്കൾ ചർച്ചയിൽ ഊന്നി പറയുന്ന നിങ്ങൾ പറയുന്ന അഭിസാരിക അല്ല. ഞാൻ ഇവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും. ശ്രീ വിൻസെന്റ് ഇത്രയും പരിണതപ്രജ്ഞനായ മുഖ്യമന്ത്രിയെ കുറിച്ച് വരെ ഇങ്ങനെ തികച്ചും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പച്ചക്കള്ളം പടച്ചു വിടുമ്പോൾ അതിനെക്കുറിച്ച് പോലും പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് അന്വേഷിക്കണം, ഇതിൽ ഗൗരവമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. നാളെ പ്രതിപക്ഷ 94 വയസ്സുള്ള അച്യുതാനന്ദൻ പോലും ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ശ്രീ വിൻസെന്റ്, നിങ്ങൾ പറയുന്ന ആരെയും ഈ പ്രതിപക്ഷത്തിലേക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ മറ്റേ ഒരു ഗ്രൂപ്പിനെ, എ ഗ്രൂപ്പിലെ ഈ പറയുന്ന നേതാക്കന്മാരെ മാത്രം വിളിക്കുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ഏത് സമയം ഏത് രാത്രിയിലും ഇങ്ങനെ വിളിക്കാൻ എന്ത് സ്വാതന്ത്ര്യമാണ് സരിതയ്ക്കുള്ളത്? അല്ല ഇത് പ്രതിപക്ഷ നേതാക്കളെ ആരെല്ലാം വിളിച്ചിട്ടുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് വന്നിട്ടില്ലല്ലോ.
നിങ്ങൾക്ക് എടുക്കാമല്ലോ, നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങളുടെ സർക്കാരല്ലേ, എന്തുകൊണ്ട് എത്രയും പെട്ട ഒരു നിമിഷം കൊണ്ട് എടുക്കില്ലേ, ഈ രേഖകൾ എടുക്കാൻ പറ്റില്ലേ, എന്തുകൊണ്ട് അതിനൊന്നും തയ്യാറാകുന്നില്ല? മറ്റൊന്ന് ശ്രീ വിൻസെന്റ്, സരിത ഇന്നലെയും സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ഒരു FIR എനിക്കെതിരെ എന്ന് ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു. ഒരു മാധ്യമം ഇക്കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടും ആ മാധ്യമത്തിന്റെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച് ഗൂഢാലോചന ആരോപിക്കുന്നതല്ലാതെ യാഥാർത്ഥ്യവുമായി ഇതിന് ഒരു ബന്ധവുമില്ല, ആരോപണങ്ങളാണെന്ന് ഈ നിമിഷവും മുഖ്യമന്ത്രി പറയുന്നതല്ലാതെ ഒരു ലെവലേശം ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് പോകാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കേവലമായി സാമാന്യ ജനം ഉയർത്തുന്ന ചോദ്യം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സരിതാ നായരുമായി നിയമ പോരാട്ടം നടത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സരിതാ നായർ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര ആരോപണം ഉന്നയിച്ചാൽ നാളെ നരേന്ദ്രമോദി പോയി അവർക്ക് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ്. നിങ്ങൾ ഇത്രയും ഇങ്ങനൊരു താരതമ്യമുണ്ടോ? ഇത്രയും നിലവാരമില്ലാത്ത രീതിയിലാണോ സംസാരിക്കേണ്ടത്? മുഖ്യമന്ത്രി പോയി സരിതാ നായരുമായി ഏറ്റുമുട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അപജ്ഞയോടെ തള്ളുന്ന കാര്യങ്ങളാണ്. നിങ്ങളാണ് ശ്രീ വിൻസെന്റ് ഈ അപജ്ഞയോടെ തള്ളുന്ന വ്യക്തികൾ എന്റെ ഈ പാതിരാവിലൊക്കെ ഇത്രയും തവണ 515 തവണ ഞാൻ ഒരു കാര്യം ശ്രീ വിൻസെന്റ്, വരുന്ന രേഖകൾ താങ്കൾക്ക് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഇടതുപക്ഷം കൈകാര്യം ചെയ്ത പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. ഞങ്ങൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഈ അന്വേഷണം യഥാർത്ഥത്തിൽ ഈ സരിതാ നായരുടെ ഫോൺ വിളികളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കോൾ ഡീറ്റെയിൽസും എടുത്താൽ എത്രമാത്രം പ്രതിപക്ഷ നേതാക്കളിലേക്ക് ശ്രീ വിൻസെന്റ് മുഖ്യമന്ത്രി നേരിട്ട് പോകണമെന്നല്ല പറഞ്ഞത്. താങ്കളെ പോലെയുള്ള മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്ന, മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാനനഷ്ടത്തിന് ഒരു കേസ് നൽകിക്കൂടെ? ഒരു മാനനഷ്ട കേസ് കേവലം ഒരു പേപ്പറിൽ എഴുതി എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല? അത്രത്തോളം സരിതയെ നിങ്ങൾ ഭയക്കുന്നു. കേരളത്തിലെ ബാർ മുതലാളിമാരെല്ലാം എത്രമാത്രം സരിതയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കോൾ ഡീറ്റെയിൽസ് എടുക്കട്ടെ. ആ ഗൂഢാലോചനയാണെങ്കിൽ ശ്രീ വിൻസെന്റ്, സംസ്ഥാനം ഭരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗൂഢാലോചനയാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല? പുറത്തുവിടുന്ന രേഖകൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ സമൂഹത്തിന് അഭിമാനമല്ലേ? രേഖകൾ യാഥാർത്ഥ്യമാണ് വിൻസെന്റ്. 515ഉം 560ഉം തവണ വിളിച്ചിരിക്കുന്നത് ഈ പറയുന്ന KPCC സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്നവരാ. കുറെ കാര്യങ്ങൾ പുറത്തുവിടുന്നു. ഇതിനെ സംബന്ധിച്ച് ചർച്ച ഈ സമൂഹത്തിന് നിന്ന് കേൾക്കാൻ മനസ്സില്ല. ഇപ്പോ ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പി കെ രാജു സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ PK രാജു കൂടി തത്സമയം ചേരുകയാണ്. PK രാജു, ശ്രീ വിൻസെന്റ് പറയുന്ന കാര്യങ്ങളിലെ യുക്തിയില്ലായ്മ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇത്രയേറെ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി അടക്കം വെല്ലുവിളിക്കുന്നു. കേവലം ഒരു പേപ്പറിൽ അയക്കാവുന്ന ഒരു നോട്ടീസ് മാത്രമേ ഉള്ളൂ മാനനഷ്ട കേസ്. അതിനുള്ള എല്ലാ സംവിധാനവും സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നിട്ട് കൂടി ഇതിനൊന്നും തയ്യാറാകാതെ ഈ മുന്നോട്ട് വരുന്ന ഇത്തരം സത്യങ്ങളെ, അതും ടെലിഫോൺ സംഭാഷണത്തിന്റെ രേഖകളാണ്, ശാസ്ത്രീയ രേഖകളാണ് മുന്നിലേക്ക് വരുന്നത്. ഇതിനെ അപ്പാടെയും തള്ളുന്ന ആ ഒരു മനോനില അല്ലെങ്കിൽ എടുക്കുന്ന ആ ഒരു സമീപനത്തെ എങ്ങനെ കാണേണ്ടി വരും? ഈ മിസ്റ്ററെ ബെന്നി ബെഹനാൻ അല്ലെങ്കിൽ വിൻസെൻ്റ് പോലുള്ള കേരള സംസ്ഥാനത്തെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. ദൃശ്യമാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര തവണ പ്രതിപക്ഷത്തിലുള്ളവരുടെ പേരിൽ നിങ്ങൾ കേസെടുത്തു? ഇടുക്കിയിൽ നിങ്ങളൊരു വലിയ നേതാവിനെതിരെ കേസെടുത്തില്ലേ? എത്രയോ വർഷം മുമ്പ് പഴക്കമുള്ള ഒരു വാക്ക് പറഞ്ഞതിന് നിങ്ങൾ ജയിലിലടച്ചു. ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ പുറത്തിറക്കി നിൽക്കുവാൻ നിങ്ങൾ കോടതി വിധി വാങ്ങിയ ചരിത്രമുള്ള കേരളമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് നിഷേധിക്കുന്നു? സരിതയെപ്പോലുള്ള ഒരാൾ ഇത്തരം ആരോപണം ഉന്നയിച്ചാൽ, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ട ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് ബഹുമാനപ്പെട്ട DGPക്ക് ഒരു പരാതി എഴുതി സരിതയ്ക്കെതിരെ നൽകേണ്ടത് അത്യാവശ്യമല്ലായിരുന്നോ? ഞങ്ങളൊക്കെയാണെങ്കിൽ ചെയ്യും. ഞങ്ങളുടെ പ്രിയ നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളത് കത്തെഴുതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ പ്രതിഷേധം വന്നിട്ടുണ്ട്. ഒരാൾ പോലും. ശ്രീ വിൻസെന്റ്, ചോദ്യം പ്രസക്തമല്ലേ? ത്തിനോ ഒരു നിയമ നടപടിക്കോ പോലും അർഹതയില്ലാത്ത നാവിൽ നിന്ന് വരുന്ന ജൽപ്പനങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടവരല്ല ഇവിടെ UDFന്റെ പ്രവർത്തകന്മാർ. അത് നിങ്ങൾ എത്രയോ കൊണ്ട് കാണുന്നുള്ളൂ. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ഇതെല്ലാം സരിതയൊക്കെ കൂട്ടുപിടിച്ചോളൂ. ഒരു കുഴപ്പവുമില്ല. കേരളീയ സമൂഹം ഇതൊക്കെ സരിതാ നായരുമായി എത്രയോ തെരഞ്ഞെടുപ്പുകൾ സരിതയുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു.
കേരളീയ സമൂഹം തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഈ കേരളത്തിലെ ഈ പ്രതിപക്ഷത്തെ പോലെ ഇത്രയും തരം താഴ്ന്ന ഒരു പ്രതിപക്ഷം ലോകത്തൊരിടത്തുമില്ല. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ദയവായി താങ്കൾ, കാരണം താങ്കൾ അല്പം അല്ല, കൂടി കാര്യങ്ങൾ ആരോപണം അത്രയും ആരോപണം അങ്ങനെ ഞാനൊരു മീറ്റിംഗിലേക്ക് ആരോപണം അടച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകരുത്. ഇപ്പോൾ തുടരാൻ സൗകര്യമില്ല, കാരണം ഞാനൊരു മീറ്റിംഗിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ദയവായി ക്ഷമിക്കണം. യെസ് യെസ് വിൻസെന്റ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വ്യക്തമാക്കിയത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഈ വിൻസെന്റ് അടക്കം ഉമ്മൻചാണ്ടി അടക്കം എല്ലാവരും ഈ പറയുന്ന ഒരു കാര്യമാണ് സരിതയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച്. ഇന്നും പൊതുസമൂഹവും കേരളവും അടക്കം ഇന്നലെ ഈ സരിതയുടെ വാക്കുകൾ വന്ന ശേഷവും വിശകലനം ചെയ്യുന്ന ഒന്നാണ് സരിതയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച്. പക്ഷേ ഈ ക്രെഡിബിലിറ്റി ഇല്ലായ്മ ഒരു ആനുകൂല്യമായി ഇവരൊക്കെ നേടുന്നുണ്ടോ? ഈ പറയുമ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയും ടെലിഫോൺ വിളിക്കുന്നു, ഈ പറയുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത സരിതയെ പാതിരാവിലൊക്കെ 515 തവണ വിളിക്കുകയാണ്. സരിതയ്ക്ക് ഏത് നിമിഷവും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ, കേവലം ഒരു പക്ഷേ സാധാരണക്കാരൻ വിളിച്ചാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം എത്ര മിനിറ്റ് സംസാരിക്കും അവരോട് എന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. ഇത് മിനിറ്റുകളോളമാണ് ഒരു പക്ഷേ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുമായി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിലൊക്കെയും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പിന്നെ ടെലിഫോൺ ബന്ധങ്ങളുടെ പുറത്തൊരു മുഖ്യമന്ത്രിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ഒന്നും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഇവർക്കൊന്നും ബന്ധം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളെല്ലാം മലയാളികളാണ്, മലയാളികൾ എന്നതിൽ അഭിമാനം കൊള്ളുന്നതാണ്. ഇതിനൊക്കെ റെലവൻസ് വരുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു ആരോപണം വന്ന സ്ഥിതിക്കുക. ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നമ്പർ എനിക്കത്, ഞാൻ എൻ്റെ ഫോണിൽ മുമ്പ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന സമയത്ത് കോഴിക്കോട് തൊഴിലാളികളെ പ്രശ്നമായിട്ട് ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടാൻ പോകുന്നു. അന്ന് ഞാൻ ഈ നമ്പർ ഫീഡ് ചെയ്ത് വെച്ചതല്ല, എനിക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഞാനിത് നോക്കിയ സമയത്ത് ആ നമ്പറിൽ തന്നെയാണ് സരിതയും വിളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ശക്തമായ ഒരു ആരോപണം വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഫോൺ കോളിനെല്ലാം ഇമ്പോർട്ടൻസ് വരുന്നത്. മാത്രമല്ല 14 തവണ വിളിച്ചു. എനിക്കിപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഒരു വിളിക്കേണ്ടി വന്നിട്ട് ആ കാര്യം അങ്ങ് നടന്നു. ഇത് 14 തവണയൊക്കെ വിളിച്ച ആളെ അറിയില്ല എന്ന് ഇവർ പറഞ്ഞിടത്താണ് നമ്മുടെ സംശയം ആദ്യം തുടങ്ങിയത്. കാരണം അന്ന് ഇവരറിഞ്ഞില്ല എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് തെറ്റിദ്ധരിക്കാൻ മറ്റു തെളിവുകൾ നിന്ന്, ഇപ്പം തെളിവുകൾ കൂടി വരുമ്പോഴാണ് ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടല്ലേ എന്നുള്ള തോന്നലുണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മുമ്പ് സരിതയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജോസ് കെ മാണിയുടെ പ്രശ്നം വന്നു, സരിത സുഖമായിട്ട് മാറിക്കളഞ്ഞു. ഞാൻ വിചാരിച്ച മുഖ്യമന്ത്രി ഈ മന്ത്രിസഭ വീഴുമെന്ന് പറഞ്ഞു, സരിത മാറിക്കളഞ്ഞു. പക്ഷേ ഇപ്പം സരിത കുറച്ചു കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നു. അവർ ധൈര്യപൂർവ്വം സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് പ്രത്യേക CBI അന്വേഷണത്തിന് വേണ്ടി. ഇതെല്ലാം തന്നെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾ കുറച്ച് ബലം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട ചാനൽ ഈ കത്ത് കൊടുത്തത്. അങ്ങനെ പ്രധാനപ്പെട്ട കൈരളിയാണെങ്കിൽ ഏഷ്യാനെറ്റ് ആണെങ്കിലും ഇങ്ങനെ കൃത്യമായിട്ട് അവർ വെരിഫൈ ചെയ്യാതെ, കാരണം ഫേസ്ബുക്കിൽ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. കാരണം കേസ് എന്നാൽ പൂട്ടിപ്പോയി സാധനങ്ങളൊക്കെ, കാരണം മുഖ്യമന്ത്രിയോടാണ് കളിക്കുന്നത്. അത്രയും പഴുതുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവർക്ക് ഒരു നോട്ടീസ് ഈ പറയുന്ന സരിതയ്ക്കോ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയും, കാരണം ഇതൊന്നും വസ്തുതകൾ അല്ല എങ്കിൽ എന്തുകൊണ്ട് അതിനുള്ള നടപടികളിലേക്കൊന്നും പോകാതെ ആരോപണവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ് എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി കൂടി നടത്തുന്ന പ്രതികരണം, അത് ജനം ചിന്തിക്കില്ലേ? അതാണ് ചോദ്യം. അല്ല, തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഡാമേജിങ് ഇപ്പം പ്രതീക്ഷനെതിരെ എനിക്കെതിരെ എങ്ങനെ ആരോപണം, സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്നും ആരും അല്ലല്ലോ. നമ്മളൊക്കെ എന്താ ചെയ്യുക? നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ അന്വേഷിക്കും, ഒരു കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവർ മാപ്പ് പറയണം. ഇതങ്ങനെ സംഭവിക്കുന്നില്ല. സരിത ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. സരിത അതുപോലെ തന്നെ ഈ പറയുന്ന നുണപരിശോധനയ്ക്ക് വിധേയമാകാൻ താൻ തയ്യാറാണ്, നിങ്ങൾ ആണെന്ന് ചോദിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഏജന്റാണ്, നമ്മൾ IB പോലുള്ള ആളുകളെ, നമ്മളെ പോലെ ചെറുപ്പക്കാരല്ലേ, അവർക്കൊക്കെ ഈ നുണപരിശോധനയ്ക്ക് വിധേയരായിക്കൂടെ? അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തൂടെ? ഇങ്ങനെ കോൺഗ്രസ് സ്വയം ഡിഫെൻസീവ് ആകുന്ന ഒരു അവസ്ഥയാണ്. ഇത് അങ്ങേറ്റം നിരാശാജനകമാണ്. കാരണം കേരളത്തിൽ ഇത്രയും വൃത്തികെട്ട ആരോപണം വരുന്നു, ഇത്രയും നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് പിന്നെ അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് എക്സിക്യൂട്ടീവ് എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് മലയാളിയെ മൊത്തം അപമാനഭാരം കൊണ്ട് തലകുനിക്കുന്ന ഈ സംഭവത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? ഇവിടെയാണ് എന്തൊക്കെയോ ഭയക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ശക്തിപ്പെടുന്നത്. ഇത് സത്യത്തിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്നത് ഈ ഗവൺമെന്റിനെ നയിച്ച ആളുകൾക്കും നേരെയാണ്. യെസ്, തീർച്ചയായും. ശ്രീ PK രാജു, ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണങ്ങൾ, കാരണം EMS അടക്കം R ശങ്കർ അടക്കം അച്യുതമേനോനെ പോലെയൊക്കെയുള്ള ഔന്നത്യമുള്ള ആളുകളൊക്കെ തന്നെ ഇരുന്ന ഒരു കസേര, ആ ഇരിക്കുന്ന ആ വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഉണ്ടാകലെ, യാഥാർത്ഥ്യമാകല്ലേ എന്ന് കേരളീയ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിന് വിരുദ്ധമായി അപവാദം എന്ന തരത്തിലേക്കാണ് തെളിവുകൾ പല രൂപേണ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോലും വന്നിരിക്കുന്ന തെളിവുകൾ, കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന സരിതയുടെ കത്തുകൾ പുറത്തു വരുന്നു, അതിനെ മുഖ്യമന്ത്രി തള്ളുന്നു. പക്ഷേ ഇന്നും
ഈ പറയുന്ന രീതിയിലുള്ള ടെലിഫോൺ രേഖകളൊക്കെ അത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണ്. മുഖ്യമന്ത്രിക്ക് ടെലിഫോൺ എപ്പോഴും ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ടെലിഫോണാണ്, അടുപ്പക്കാരുടേതാണ്. ഇതിനൊക്കെയും മനസ്സിലാക്കേണ്ടത് ജയിലിലായതിനു ശേഷവും സരിതയെ ബന്ധപ്പെടുകയാണ്. അതിൻ്റെ ഒറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് KG ദിനകർ പുറത്തുവിട്ടത്. അതിന് മുന്നോട്ടുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, കേരളം കണ്ടത്. അതിനുശേഷവും ഇവരുമായി നിരന്തരം ടെലിഫോണിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം എന്തേ സരിതയ്ക്ക് മാത്രം ലഭിക്കുന്നു? ഇവരൊക്കെയും ആരോപിക്കുന്ന തരത്തിലുള്ള അഭിസാരികയാണെങ്കിൽ കൂടിയും ഏത് സമയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം? മാത്രവുമല്ല, ഇതിനപ്പുറത്തേക്ക് ഇവരൊക്കെയും നൽകുന്ന പ്രതികരണങ്ങൾ അതൊക്കെ തന്നെ ഒരു യുക്തിയില്ലായ്മയായി മാറുകയാണ്. ഈ സരിത എസ് നായരുമായി ബന്ധപ്പെട്ട് ഫോൺ ചെയ്ത വിഷയം മാത്രമല്ല അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. തിരുവനന്തപുരത്ത് സബ് ജയിലിൽ കിടന്നുകൊണ്ട് ശാലു മേനോനും സരിത എസ് നായർ 100 തവണ വിളിച്ച രേഖകളാണ് എൻ്റെ പക്കലുള്ളത്. ഈ നാട്ടിൽ വളരെ വിവാദമുണ്ടായ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ നിൽക്കുന്ന ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ 100 തവണ വിളിച്ച രേഖകൾ എൻ്റെ പക്കലുണ്ട്. സരിത എസ് നായരെ വിടൂ, ആർക്ക് വിളിച്ചു, എന്തിനു വിളിച്ചു എന്ന് വ്യക്തമാക്കുമോ? ഞാൻ തെളിവ് ഹാജരാക്കാം. അതുമാത്രമല്ല, ഡോക്ടർ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചപ്പോൾ ബിജു രമേശിനെതിരെ നിയമ നടപടി സ്വീകരിച്ചോ? ഇല്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, മാണിക്കെതിരെ പറഞ്ഞു, കെ ബാബുവിനെതിരെ പറഞ്ഞു, പലർക്കെതിരെയും ശ്രീമാൻ ഡോക്ടർ ബിജു രമേശ് പലതവണ തെളിവുകൾ രേഖപ്പെടുത്തിയിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അവർക്കെതിരെ അയച്ചില്ല. ഇപ്പോൾ സരിത എസ് നായർ വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെ വെല്ലുവിളിക്കുന്നു, എനിക്കെതിരെ നിങ്ങൾ FIR ഇടുമെന്ന്. എന്താ കോൺഗ്രസ്സുകാരെ ആടിനെ കാണിച്ച് പട്ടിയാണെന്ന് നിങ്ങൾ ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? തീർച്ചയായും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സരിത ഇന്നലെ ഞാൻ എന്നെപ്പോലൊരാൾ ഈ സരിത എസ് നായർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്നലെ വരെ വിശ്വസിച്ചില്ല. അച്ചടിച്ചതുപോലെ ഡേറ്റും തീയതിയും ഏത് കസേരയിലാണ് ഇരുന്നതെന്നും ഏത് തീയതിയിലാണ് കത്തെഴുതിയെന്നും എവിടെ വെച്ചാണ് എഴുതിയെന്നും വളരെ വ്യക്തമായി ഒരു അറപ്പ് പോലുമില്ലാതെ അച്ചടി ഭാഷയിൽ ഇങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണമെന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കും കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ ഇന്നലെ സരിത എസ് നായർ പറഞ്ഞത് 100% ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. യെസ്, വ്യക്തമാണ്. PK രാജു ആണ് പ്രതികരണം നടത്തിയത്. ദിനകറിലേക്ക് പോകേണ്ടതുണ്ട്. ഇതിന്റെ ഫോൺ കോൾ സംബന്ധിച്ച് വീണ്ടും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സരിതയുടെ ഫോണിൽ കുരുങ്ങി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. KG ദിനകറിലേക്ക് പോകുന്നു. ദിനകർ, മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊള്ളയാകുന്നു, സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും സരിത പുറത്തിറങ്ങി ജാമ്യത്തിലിറങ്ങിയ ശേഷവും ഇവരൊക്കെയുമായും ബന്ധപ്പെടുന്നു. ഇതിന്റെ ടെലിഫോൺ രേഖകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രജീഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സരിത ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ടെലിഫോൺ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സോളാർ കമ്മീഷനിൽ നിന്നും ലഭിച്ച വിശദാംശങ്ങൾ തന്നെയാണ് ഇത്. ഏതാണ്ട് 3000-ഓളം പേജ് വരുന്നുണ്ട് ഇതിൻ്റെ. സരിതയെ ബന്ധപ്പെട്ടവരുടെയും ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 2015 മാർച്ച് 1-ാം തീയതി സരിത ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം 2015 മാർച്ച് 1-ാം തീയതി മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നു. ഉച്ചയ്ക്ക് 2:29 50 സെക്കൻഡാണ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത്. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളുമായി സരിതയും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സരിതയുമായി 34 തവണയാണ് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ നമ്പർ 9477773747 ആണ്. ഈ നമ്പറിൽ നിന്നും സരിതയുടെ 9544023627 എന്ന നമ്പറിൽ നിന്നും 34 തവണ ഇരുവരും വിളിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം തവണ വിളിച്ചിരിക്കുന്നത് തമ്പാനൂർ രവി തന്നെയാണ്. ഇക്കാര്യം സോളാർ കമ്മീഷന് മുൻപാകെ അദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 515 തവണയാണ് തമ്പാനൂർ രവിയും സരിതയും തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. അന്ന് തമ്പാനൂർ രവിയും സരിതയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകാൻ പോകവേ ഇന്ന രീതിയിലൊക്കെ മൊഴി നൽകണം എന്ന് സരിതയെ ഉപദേശിക്കുന്നതിൻ്റെ വിശദാംശങ്ങളായിരുന്നു അന്ന് പീപ്പിൾ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അടുപ്പക്കാരനായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ബെന്നി ബെഹന്നാൻ MLA. അദ്ദേഹവും സരിതയും തമ്മിൽ 80 തവണയാണ് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
ബെന്നി ബെഹന്നാൻ്റെ 9846184400 എന്ന നമ്പറിൽ നിന്നുമാണ് സരിതയെ വിളിച്ചിട്ടുള്ളത്. തിരിച്ച് സരിതയും ബെന്നി ബെഹനാനെ വിളിച്ചിട്ടുള്ളത് എന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദുമായി സരിത 41 തവണ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഈ രേഖയിൽ ഉണ്ട്. അടൂർ പ്രകാശുമായി 1 തവണ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സരിത. ഹൈബി ഈഡനുമായി 18 തവണ ഹൈബി ഈഡനും സരിതയും തമ്മിൽ 18 തവണ ടെലിഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ രേഖകളും ഇക്കൂട്ടത്തിൽ ഉണ്ട്. സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം, എന്തിന് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളുമായി സരിതയും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളും തമ്മിൽ ഇത്രയേറെ തവണ ടെലിഫോണിൽ വിളിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ ചോദ്യം ഉയരുന്നത്. തനിക്ക് സരിതയെ അറിയുകയില്ല, സരിതയുടേത് ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ആണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് ഇതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ മറ്റൊരു ചോദ്യം ഉയരുന്നത്. അതോടൊപ്പം തന്നെ സരിത നായർ ഉന്നയിച്ച വിഷയങ്ങൾ, ഇന്നലെ സരിത നായർ എഴുതിയ കത്ത് പുറത്തു വന്നിരുന്നു. പീപ്പിൾ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സരിത പിന്നീട് തുടർന്ന് ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തുകയുമുണ്ടായി. മുഖ്യമന്ത്രിയും അതോടൊപ്പം ഒരു മുൻ കേന്ദ്രമന്ത്രിയും തന്നെ പീഡിപ്പിച്ചു എന്നും സരിത വെളിപ്പെടുത്തുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് ഇത്രയും ആളുകളുമായി നിരന്തരം പരസ്പരം ഇവർ സരിതയുമായി ബന്ധപ്പെട്ടിരുന്നത് എന്ന ചോദ്യം ഉയരുമ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നതാണ് വസ്തുത. അത് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ തെളിവുകൾ ഒന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളുമായും സരിതയും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നതിൻ്റെ ടെലിഫോൺ രേഖകളാണ് പുറത്തു വരുന്നത്. ഇതിൽ നിന്നും സ്വാഭാവികമായും സംശയങ്ങൾ ഉയർന്നു വരും. എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഇവരാരും തയ്യാറാകുന്നില്ല ചോദ്യം ഉയരുകയാണ്. ഫക്രുദ്ദീൻ അലി, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലിഫ് ഹൗസിനായാലും മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്കൊക്കെയും ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ആ ക്ലിഫ് ഹൗസിലിരുന്നാണ് സരിത അല്ലെങ്കിൽ സരിതാ നായരെ പോലെയുള്ള ഒരു സ്ത്രീ പറയുകയാണ് അവിടെ ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച്. ഇപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയകൾ പോലും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെ ക്ലിഫ് ഹൗസിനുള്ളിൽ വെച്ചൊരു മുഖ്യമന്ത്രിക്ക് ലൈംഗികമായി ഒരാളെ ഉപയോഗിക്കാൻ കഴിയും? അതിനുള്ള സാഹചര്യങ്ങൾ ഏത് രീതിയിലാണ്? ഇങ്ങനെയൊക്കെ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയകളടക്കം. ഒരു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പല പേരുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത്രത്തോളം ഔന്നത്യമുള്ള ആളുകൾ ഇരുന്ന ആ ഒരു കസേരയിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. അപ്പോഴും ഒക്കെയും പൊതുജനത്തിന് മനസ്സിലാകാതെ പോകുന്ന കാര്യം, ഇതിനൊക്കെയും ഒരു വിശദീകരണം പോലും നൽകാൻ കഴിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതാണ് ഒരു പക്ഷേ സംശയങ്ങൾ അടിക്കടി ജനങ്ങൾക്ക് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള മൗനം അതിൽ നിന്നൊരു പക്ഷേ വായിച്ചെടുക്കേണ്ടത്. ഈ ആരോപണവുമായിട്ട് രംഗത്ത് വന്ന സമയം തൊട്ട് കോൺഗ്രസ് വൃന്ദങ്ങൾ, UDF വൃന്ദങ്ങളിലുള്ള ഇതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? വളരെ കരുതലോട് കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, VS ഒക്കെ ആരോന്നിന് ഒരുത്തി എന്നൊക്കെ വിളിച്ചിട്ട് ഇവർ മൊത്തം ചന്ദ്രഹാസ് ഇളക്കി വരികയായിരുന്നു. പക്ഷെ ആ രീതിയിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളും മറ്റും വന്നിട്ട് ആദ്യം സരിതയൊക്കെ ഉമ്മൻചാണ്ടിയെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ കോമഡി ചാനലിൽ കാണുന്ന ഒരാളാണ്. ഡോണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെ പ്ലസ് ചാനലിലെ പരിപാടിയുണ്ട്. അതിൽ സരിത പറഞ്ഞത് ഈ ആരോപണങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടി എനിക്ക് അച്ഛനെ പോലെയാണ്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആളാന്നൊക്കെ. ഇതൊക്കെ ഈ പീഡനം നടന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ സരിതയ്ക്ക് എന്തൊക്കെ ഉറപ്പൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത്. ആ ഉറപ്പൊക്കെ ഇല്ലാതായ സമയത്താണ് സരിത ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു നിലപാടെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സരിത കുറച്ചുകൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള കൺവിൻസിങ് ആയിട്ടുള്ള തെളിവുകളുമായിട്ട് കൂടി പെട്ടെന്ന് രംഗത്ത് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മുടെ മുന്നിൽ ഇത്രയും കാലമായിട്ട് ഈ കേസ് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചില ആരോപണങ്ങൾ വരുന്നു, പക്ഷേ ഇടയ്ക്ക് അവർ ഇപ്പം കുറച്ച് കാലം കൺസിസ്റ്റൻ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ CD പോലെയുള്ള അല്ലെങ്കിൽ വിഷ്വൽ എവിഡൻസ് പോലെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഏജൻസികൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മുക്കിക്കളയുന്നതാണ്. ഇപ്പം നിങ്ങൾ മീഡിയക്ക് തരാം, പ്രതീക്ഷ ഈസ് വെരി ഹാപ്പി. ചോദിക്കുന്നതല്ല, ഈ മല്ലേലി ശ്രീധരൻ നായരും സരിതയുമായി അവിടെ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന സമയം പോലും അതിനെ പോലും ഖണ്ഡിക്കുന്ന തരത്തിലേക്ക്, കാരണം CCTV ദൃശ്യം കൊണ്ട് അന്നത്തെ ലോഡല്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അതിലേക്കൊന്നും ഇവരൊന്നും പോകുന്നില്ല. ഇത് മറിച്ചാണ് വാദഗതികൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്നതൊക്കെയും ആരോപണങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഒന്നുമേ ഇവർക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിശ്വസ്തർക്കൊന്നുമേ കഴിയാത്ത സാഹചര്യം. മാത്രമല്ല, ശ്രദ്ധിച്ചാൽ കൂടി ഈ പ്രതികരണങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രി മാത്രമാണ്. അവരുടെ ഈ UDF നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ബന്ധപ്പെട്ടവരാരും ഈ പറഞ്ഞ ഒരു പ്രതികരണങ്ങൾ പോലും നടത്താൻ തയ്യാറാകുന്നുമില്ല.
അല്ല, ആദ്യ കാലഘട്ടത്തിൽ ഒന്നും സരിതയെ പറ്റി നെഗറ്റീവായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പം അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും പറഞ്ഞു തുടങ്ങിയത്. ഇതിന്നെല്ലാം ഒരു കാര്യം ഉറപ്പാണ്, സരിത എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, സരിത പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ സരിതയുടെ ക്രെഡിബിലിറ്റിയായി ബന്ധപ്പെട്ടിട്ടാണ് ചില സംശയങ്ങൾ വന്നത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം കോൺഗ്രസ് നേരത്തെ വിൻസെൻ്റ് ഒക്കെ പറയുന്ന പോലെ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം നിരപരാധി ആയിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അത് നിഷ്കളങ്കനായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞതിൻ്റെ മാതിരി ഈ ക്യാമറയിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്യാമറയിലുള്ള വിഷ്വൽസ് റിട്രീവ് ചെയ്യാമെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളെ കൊണ്ട് റിട്രീവ് ചെയ്യിക്കട്ടെ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അടുത്തുള്ള സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള ഇഷ്ടം പോലെ ഈ പറയുന്ന ട്രാഫിക് ക്യാമറകളുണ്ട്. ഈ മാത്യു ടി തോമസ് ആവശ്യം എല്ലാം നന്നായി വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിന്നെല്ലാം തന്നെ സരിതയുടെ വണ്ടി ഈ പറഞ്ഞ ഡേറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സ്വാഭാവികമായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ തെളിവല്ലേ, ഇത് റിട്രീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ എത്താൻ പറ്റുന്ന ഒരുപാട് ഇലക്ട്രോണിക് മറ്റു തെളിവുകളുണ്ട്. തെളിവുകളിലേക്കൊന്നും പോകുന്നില്ല.